രാജ്മോഹൻ സർ, നമസ്കാരം. നമസ്കാരം. അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന സർക്കാരാണ് BJP. ആ ഖ്യാതി അവർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പം വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ലഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 2 ദിവസങ്ങളിൽ അത് നടക്കും. അത് പാസ്സാവുകയാണെങ്കിൽ രാജ്യസഭയിലേക്ക് പോകും. ഇവിടെ വലിയ വിവാദമായി മാറിത്തീരുന്നത് 543 അംഗങ്ങളുള്ള പാർലമെൻറ്റ് അതൊരു 850 മാറ്റുക, മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ. ഇതാണ് വലിയ വിഷയമായിരിക്കുന്നത്. ഈ 543 ഒരു 3% അതിൻ്റെ ഒരു 3 ഭാഗം സ്ത്രീകൾക്കായിട്ട് വിട്ടു നൽകിയാൽ പോരെ? എന്തിനാണ് ഈ 850 ശരിക്കും എന്തിനാണ് അത് ചെയ്യുന്നത്? ഇത് മോഡിയുടെ കൗശലമാണ്. മോഡിയുടെ കൗശലം ഇവിടെ വിജയിക്കുന്നത് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുൻകാലങ്ങളിലെടുത്ത നിലപാടില്ലായ്മകളാണ്. ഇത് സീരിയസ് ആയിട്ട് കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ BJP ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ഇത് സീരിയസ് ആയിട്ട് കോൺഗ്രസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ഈ ബില്ല്, വനിതാ സംവരണ ബില്ല് പല രീതിയിൽ, പല രൂപത്തിൽ, പല കാലത്ത് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് അതിനെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാലത്തുണ്ട്. അത് കഴിഞ്ഞ് പ്രതിപക്ഷം ഭരിക്കുമ്പോൾ CPM-നൊക്കെ അപ്രമാദിത്വമുള്ള ഗവൺമെൻറ് മുന്നണി സംവിധാനങ്ങൾ, ജനതാ പാർട്ടിയൊക്കെ ഭരിക്കുമ്പോൾ എല്ലാം ഇത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ പാർലമെൻറ്റിൽ ഈ ബില്ല്, വനിതാ സംവരണ ബില്ല്, അവിടെ വെച്ച് തന്നെ ബില്ലിൻ്റെ കോപ്പികൾ പിച്ച് ചീന്തി കളഞ്ഞവർ മറ്റാരുമല്ല, മുരളിയാൻ സിംഗ് യാദവും നമ്മുടെ ശിവൻകുട്ടി ബജറ്റ് കയറി കളഞ്ഞെന്ന് പറഞ്ഞ പോലെ മുരളിയാൻ സിംഗ് യാദവും ലല്ലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒക്കെ ചേർന്ന ഒരു മുന്നണിയായിരുന്നു അന്നുണ്ടായിരുന്നത്, ജനതാദൾ മുന്നണി. ഇവരാണ്, അതിൻ്റെ നേതാക്കന്മാർ തന്നെയാണ് ഈ ബില്ല് കയറി കളഞ്ഞത്, വനിതാ സംവരണത്തെ എതിർത്തവർ. പിന്നെ എങ്ങനെ ഇപ്പോൾ വനിതാ സംവരണം വേണമെന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വനിതാ സംവരണം വന്നാൽ ഒത്തിരി പേർക്ക് നാളെ മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെടും എന്നുള്ള പേടി. അതുകൊണ്ടാണ് അവർ വനിതാ സംവരണത്തെ എതിർക്കുന്നത്. BJPയും ഇത് പുറമേ അവതരിപ്പിക്കുക എന്ന് പറയുക എന്നുള്ളതല്ല. അത് BJPക്ക് ഒരു കാര്യം അറിയാം, ഇത് പാർലമെൻറ്റിൽ പാസ്സാകാൻ പ്രയാസമാണ്. കാരണം 3/2 ഭൂരിപക്ഷം വേണം. ഇത് പാസ്സായില്ലേ കുറ്റവാളി ആരാകും? ആരുടെ പേരിൽ വരും ഇത് ആരോപണം? ഇത് പാസ്സാക്കാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു. വനിതാ സംവരണ ബില്ലിനെ ആരെ എതിർത്തു? കോൺഗ്രസ് എതിർത്തു. വോട്ട് ആർക്ക് കിട്ടും? വനിതകളെ രക്ഷിക്കാൻ വേണ്ടി BJP മാത്രമേ ഉള്ളൂ. ഇപ്പോൾ CPM-കാരിവിടെ പറയല്ലേ, മുസ്ലിങ്ങളെ രക്ഷിക്കാൻ ഞങ്ങൾ മാത്രം, നിങ്ങളാരുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്, പശുവിനെ കൊല്ലാനും ഇറച്ചി തിന്നാനും ഞങ്ങൾ മാത്രം എന്ന് പറയുന്ന അതേ രീതിയിലുള്ള പ്രചരണം വനിതാ സംവരണ ബില്ലിൻ്റെ കാര്യത്തിൽ വനിതകളുടെ അവകാശം നിഷേധിച്ചത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആരോപണം വന്നത്. ഇത് പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിക്കപ്പെടില്ല. അത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം, പാർലമെൻറ്റിൽ പാസ്സാകില്ല. പാസ്സാകുന്ന ബില്ല് 3/2 ഭൂരിപക്ഷം വേണം. പാർലമെൻറ്റിൽ പാസ്സാകില്ല. അതിനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ ഇവർക്കില്ല, BJPക്ക് ഇല്ല. അപ്പോൾ തോൽപ്പിച്ചതിന് ഉത്തരവാദിയായിരുന്നു. ഞങ്ങൾ പാസ്സാക്കാൻ അടിയായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ പിണറായി വിജയനൊക്കെ പറയുന്ന പോലെ കേന്ദ്രം പൈസ തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് കേന്ദ്രത്തിൽ പറയുക ആ കാര്യം. ഇതുപോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരി ഈ ബില്ല് അവതരിപ്പിക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ബില്ല് പിന്നെ കുറ്റം പറയാനുള്ള അവസരം അത്രയേ ഉള്ളൂ. 2023 ഈ നാരി ശക്തി വന്ദൻ അഭിയാൻ, അതിൻ്റെ പേരിൽ ഈ 33% വനിതാ സംവരണം ഏർപ്പാടാക്കുന്ന ബില്ല് കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ചർച്ചകൾ അവതരിപ്പിച്ചതിന് ശേഷം നടക്കുന്നത്. അപ്പോൾ സാർ പറഞ്ഞത് ഇത് തീർച്ചയായിട്ടും പാസ്സാവില്ല. പാസ്സാവാതിരിക്കുമ്പം അതിൻ്റെ കുറ്റം ചാർത്താൻ പ്രതിപക്ഷത്തിൻ്റെ പേരിൽ കുറ്റം ചാർത്താൻ ഇവർ വരുമ്പോൾ നാളെ BJP. അല്ല, ഇവിടെ 543 അംഗങ്ങളാണ് നിലവിൽ നമ്മുടെ ലോക്സഭയിൽ ഉള്ളത്. ഇതിൽ എന്തുകൊണ്ട് അതിലൊരു 3/1 ഭാഗം സ്ത്രീകൾക്കായിട്ട് നൽകിയാൽ മതിയല്ലോ? എന്തിനാണ് ഇത് 850 ആവശ്യം? അവിടെ കൊണ്ടാ ചോദ്യം നിർത്തണം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചോദിച്ചേക്ക്. ഇപ്പോൾ ഉള്ള സീറ്റുകളിൽ ഒരു 10 വെച്ച്, 3/2 വേണ്ട, 3/1 വെച്ച് വനിതകൾക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കാൻ ആരെങ്കിലും കയ്യെ പിടിക്കുമോ? ഇവിടെ 3-4 പേര് മത്സരിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ. അതിൽ 10 പേര് മത്സരിച്ചാൽ കുഴപ്പമില്ല, ആരെങ്കിലും കയ്യെ പിടിക്കുമോ? ഇത് കൊടുക്കാത്ത ഇത് പുറമേ പറയാനുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കി. ഇവരുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റികളിലും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ എത്ര പേരുണ്ടോ? കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പ്രധാനപ്പെട്ടവർ. കോൺഗ്രസിനെ പ്രിയങ്കയും സോണിയാഗാന്ധിയുണ്ട്, മറ്റുള്ളവർ കുറവാണ്. അത് അവർ വന്ന വേറെ സാഹചര്യത്തിലാണ് വരുന്നത്. എത്ര പേരുണ്ട്? വനിതകൾക്ക് എത്ര പേർ? ആകെ കൊടുത്ത് കുറച്ചെങ്കിലും 10-15 പേർക്കെങ്കിലും MP ആകാൻ അവസരം കൊടുത്തത് തൃണമൂലാണ്.
മമതാ ബാനർജിയാണ്. വേറെ ആരും ഒരു പാർട്ടിയും ചെയ്തിട്ടില്ല. ബംഗാളിൽ നിന്ന് അത്ര CPM MP ഉണ്ടായിരുന്നു പെണ്ണുങ്ങൾ. 5 പേരെ ജയിപ്പിക്കത്തില്ല. ആണുങ്ങളും പെണ്ണുങ്ങളും തുല്യരാണെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണ് കുറേ പേരെ ജയിപ്പിക്കത്തില്ല. ഇവിടെ കേരളത്തിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ ആയിട്ട്. ഇത് പുറമെ ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിക്കാനുള്ള ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് ഈ ബില്ലവതരണം. പിന്നെ സീറ്റ് കൂട്ടുന്നതിൻ്റെ കാര്യം 2 അപകടങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ഉത്തരേന്ത്യയിലാണ് ജനസംഖ്യ കൂടുതൽ. അവിടെ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് സീറ്റ് കൂടിക്കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ 10 ഇരട്ടി സീറ്റ് അവിടെ വരും. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത്? രാഷ്ട്രത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഉത്തരേന്ത്യ, നമ്മളിവിടെ തമാശന് പറയാം, ഉത്തരേന്ത്യൻ ഗോസായിമാരെ ഹിന്ദി കൊണ്ടുവരുന്നു, ഹിന്ദി, ഹിന്ദുസ്ഥാൻ എല്ലാം നോർത്ത് ഇന്ത്യക്കാരുടെ മാത്രം സിമ്പൽ കൊണ്ടുവരുന്നു എന്നുള്ള മുദ്രാവാക്യം തന്നെ ഇവിടെ ഉണ്ട്. അതൊന്നുകൂടെ ശക്തിപ്പെടും. രാജ്യത്തിൻ്റെ വിഭജന ശക്തികൾ ശക്തിപ്പെടും. ഇതിന് ഈ സീറ്റ് കൊടുക്കുമ്പോഴുള്ള രാജ്യസഭാ ഇലക്ഷൻ്റെ പ്രൊസീജിയർ അറിയാമോ? ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനാണ്. എണ്ണത്തിനനുസരിച്ച് പോപ്പുലേഷനിൽ. ഇപ്പം രാജ്യസഭയിലേക്ക് കേരളത്തിലെ ഒരു MP വോട്ട് ചെയ്യുമ്പോൾ 1000 വോട്ടിൻ്റെ മൂല്യമാണുള്ളതെങ്കിൽ ഉത്തർപ്രദേശിലെ ഒരു MP അങ്ങനെ ഒരു വോട്ട് ചെയ്യുമ്പോൾ രാജ്യസഭയിലേക്ക് ചെയ്യുമ്പോൾ 10000 വോട്ടിൻ്റെ മൂല്യം കിട്ടും. കാരണം ഉത്തർപ്രദേശിലെ ജനസംഖ്യ കൂടുതലാണ്, കേരളത്തിലില്ല. അപ്പം ആ മൂല്യം ഉള്ളത് കൊണ്ട് മാത്രം ഈ 850 വന്നു കഴിഞ്ഞാൽ സീറ്റുകൾ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത്? ഇപ്പം കണക്കുകൾ പ്രകാരം നിലവിലിപ്പോൾ UP 80 സീറ്റാണുള്ളത്. അതിൽ ഈ ഇത് ബില്ല് പാസ്സാവുകയാണെങ്കിൽ 25 കോടിയുണ്ട്. അത് അതെ 140 ആകും. ബീഹാറിൽ 40 ഉള്ളത് 73 ആകും. രാജസ്ഥാനിൽ 25 ഉള്ളത് 48 ആകും. മധ്യപ്രദേശിൽ 29 ഉള്ളത് 51 ആകും. നമ്മളിപ്പം തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ 39 ഉള്ളത് 51 ആകും. 12 കൂടുന്നുള്ളൂ. കേരളത്തിൽ 3 കൂടുന്നുള്ളൂ. 20 ഉള്ളത് 23 ആകുള്ളൂ. ആന്ധ്രാപ്രദേശിൽ 42 ഉള്ളത് 59 ആകും. ഒഡീഷയിൽ 29 ഉള്ളത് 29 ആകും. വെസ്റ്റ് ബംഗാളിൽ 42 ഉള്ളത് 64 ആകും. ഇത്തിരി കൂടുതൽ വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാന ആശങ്ക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. ഇമ്പോർട്ടൻസ് അല്ല, ദക്ഷിണേന്ത്യക്ക് അവിടുത്തെ ചർച്ചകളിലൊന്നും ഒരു സാധനം ചെലുത്താൻ പറ്റില്ല. ഇത്തരം പേരെ ചെന്നൈ അത് കൃത്യം കണക്ക് കിട്ടണമെങ്കിൽ ആ കൂടിയ സീറ്റുകളുടെ എണ്ണം എടുക്കണം. ദക്ഷിണേന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും എണ്ണം എടുത്തിട്ട് എത്ര സീറ്റ് മൊത്തം കൂടുന്നു നോക്കി കൃത്യം അറിയാൻ നമുക്ക്. ആ കൂടിയ നമ്മൾ കൂട്ടിയെടുത്താൽ മതി. കൂട്ടിയെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്തിനാണ് അങ്ങനെ ഒരു അതിന് പകരം ഈ പറയുക ഇത്ര കേരളത്തിന് ഇപ്പോൾ 20 സീറ്റുണ്ട്, പാർലമെൻറ്റിൽ 20 സീറ്റുണ്ട് കേരളത്തിന്. ആ 20 സീറ്റിന് പ്രൊപ്പോർഷനേറ്റായിട്ട് 3-2 അല്ലെങ്കിൽ ഇത്ര 850 ഒപ്പിക്കാൻ എത്ര സീറ്റ് കൂടണം? ഉത്തർപ്രദേശിൽ കൂടുന്നതിന് ആനുപാതികമായിട്ട് കേരളത്തിലും കൂടാനുള്ളൊരു കണക്കുണ്ടാകും. രാജ്യസഭയിൽ മൂല്യം നിശ്ചയിച്ച ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റ് നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 850 സീറ്റിൻ്റെ ആവശ്യമില്ലെന്നേ. അരുണാചൽ പ്രദേശിലും ഗോവയിലും പാർലമെൻറ്റിലെ വോട്ടിന് എത്ര വേണം ഭൂരിപക്ഷം? ഇത് വിജയിച്ച് എവിടെയാണെന്നറിയാമോ? ഇതിനകത്ത് ചേർക്കാമെന്ന് ചേർത്തോ? തിരുവനന്തപുരത്ത് ഈ കളിക്ക് കോർപ്പറേഷനെ കളിച്ച് വിജയിച്ചു. മനസ്സിലായോ എങ്ങനെയാണെന്നറിയാമോ? തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിക്കാനുള്ള കാരണങ്ങളിലൊന്ന് ഇതുപോലെ നടത്തിയ അശാസ്ത്രീയമായൊരു ഡീലിമിറ്റേഷൻ പ്രോസസ്സാണ്. ആരും പറഞ്ഞു കാണിയില്ല, സൂക്ഷിച്ചു വെച്ചു. ആ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൻ്റെ പ്രത്യേകത അതുതന്നെ ഇവിടെ കൊണ്ടുവരുന്നത്, ലോക്സഭയിലേക്ക് കൊണ്ടുവരുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ BJPക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ വോട്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 10,000, 7,000, 8,000 ഒക്കെയാണ്. 8,000-ൽ ഒരാൾക്ക് ജയിക്കാം അവിടെ, അല്ല 7,000 വോട്ട് കിട്ടുമ്പോൾ ഒരാൾക്ക് ജയിക്കാം. ഇപ്പുറത്ത് വരുമ്പോൾ 12,000, 16,000, 20,000 ആവും. 20,000 ജയിക്കാൻ എത്ര വോട്ട് വേണം? ഇവിടെ കുറച്ച് വോട്ട് മതി. അത് BJPക്ക് സ്വാധീനമുള്ള ഏരിയയാണ്. ഇപ്പോൾ മലപ്പുറത്ത് കൊണ്ട് ഈ ഇക്വേഷൻ പറഞ്ഞത് തിരുവനന്തപുരത്തെ ഇക്വേഷൻ ആ ഡീലിമിറ്റേഷൻ മലപ്പുറത്ത് ചെയ്തിരുന്നെങ്കിൽ മുഴുവൻ സീറ്റ് 99% സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടും, മുഴുവൻ കിട്ടും അല്ലേ? ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ലോക്സഭയിലേക്ക് ഇവർ പരീക്ഷിക്കാൻ പോകുന്നത്. തിരുവനന്തപുരത്ത് പരീക്ഷിച്ച് ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മാർഗം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോഡി പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ഒരു കോർപ്പറേഷൻ ഭരണം കൊണ്ട് നമുക്ക് ഡൽഹി പിടിക്കാം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാ? ഇപ്പോൾ വായിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഈ തട്ടിപ്പിനെ തുറന്നു കാട്ടാൻ ഇത് രാജ്യസ്നേഹമല്ല, രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള, പരസ്പരം കലഹിക്കാനുള്ള സ്നേഹമാണ്. അപ്പോൾ സംവരണം നൽകണ്ടേ? ആർക്ക്? സംവരണം ഇതുമായിട്ട് ബന്ധം തന്നെ. സംവരണം വളരെ ഫലപ്രദമായ സാധനമാണ് സംവരണം. പെണ്ണുങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എത്രയാണെങ്കിൽ കൊണ്ടുവരണം. അതിന് യാതൊരു തർക്കമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ അടിച്ചമർത്തി വിട്ടിരിക്കുന്ന ഹിന്ദു വിഭാഗത്തിലെ ചിലരുണ്ട്, മുസ്ലിം വിഭാഗത്തിലെ ചിലരുണ്ട്. പെണ്ണുങ്ങളെ പുറത്ത് ഇപ്പോൾ ഇറാനിൽ തന്നെ നടക്കുന്നത്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി
ഡ്രസ്സ് പോലും ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, പുറത്ത് തൊടാൻ പറ്റില്ല, ചന്ദനം തൊടാൻ പറ്റില്ല, അല്ലെ ലിപ്സ്റ്റിക് ഇടാൻ പറ്റിയില്ല, ആഭരണം ഇടാൻ പറ്റിയില്ല. ആ രീതിയിലേക്ക് സ്ത്രീകളെ അടിച്ചമർത്തുന്ന സമൂഹങ്ങൾക്കുള്ള വെല്ലുവിളിയാണ് അധികാര സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകളെ എത്തിക്കുക എന്നുള്ളത്. ആ രീതിയിൽ അത് വളരെ സ്വാഗതാർഹം. പക്ഷേ പാർലമെൻറ്റിലെ എണ്ണം കൂട്ടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടു. നിലവിലെ ഒരു റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ ആരാണ് അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകളെ എത്തിക്കാത്തത്? ഉള്ളതുകൊണ്ട് ആരും എത്തിക്കുന്നില്ല. ആരും ഇന്ത്യയിലെ സ്ഥിതിയാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പം നമ്മളിപ്പം ഇപ്പം ലീഗിന്റെ സ്റ്റേജിൽ സ്ത്രീകളെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതികൾ ഒരുപാട് കേൾക്കാറുണ്ട്. അതായത് ഇതൊരു അതിനിപ്പോൾ ഒരു മാറ്റം വരും. മുസ്ലിം പൗരോഹിത്യത്തിനെതിരെയുള്ളൊരു നീക്കമാണോ ഇത്? മുസ്ലിം പൗരോഹിത്യം ഇത്തിരി വിഷമിക്കും ഈ നീക്കത്തിൽ. കാരണം അവർക്ക് ഇതിനെ എതിർക്കാൻ പറ്റിയല്ല. അനുകൂലിക്കുന്നത് അവരുടെ സാംസ്കാരികമായ ഒത്തിരി കാര്യങ്ങളിൽ ഇടപെടലുണ്ടാവും. അവർക്ക് പിന്നെ പുരുഷ മേധാവിത്വം അത്രയും ആ സമൂഹത്തിൽ ഓടിയല്ല. അതിന് കിട്ടുന്നൊരു വലിയ സഹായമാണ്. ഇറാനിലെ കഥ വായിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇറാനാണ് ഇപ്പോൾ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ഫലത്തിൽ സൗദി അല്ല, മുസ്ലിംസ് എല്ലാം ഇപ്പോൾ ഇറാൻ്റെ പുറകെയാണ്, ഖൊമേനിയുടെ പുറകെയാണ്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ, അത് തിരുത്താനും പറ്റുന്ന, മുസ്ലിം സമുദായത്തിന് പുരോഗമിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചാൻസാണ് വനിതാ സംവരണ ബിൽ. പക്ഷേ അതും പാർലമെൻറ്റിലെ സീറ്റെണ്ണമായിട്ട് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് മോഡിയുടെ മോട്ടീവിൽ സംശയം വരുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ ഒരുപാട് ജനസംഖ്യയുണ്ട്. പക്ഷേ എന്നാൽ അത്രമാത്രം എം പിമാരും ഇല്ല. അപ്പം എംപിമാരുണ്ട്, അല്ല കുറവാണ്. ആ ജനസംഖ്യ അനുപാതത്തിനനുസരിച്ചിട്ടുള്ള സീറ്റുകൾ കുറവാണെന്നുള്ളതാണ് നിലവിലെ കണക്ക്. അല്ലല്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ തീർച്ചയായിട്ടും വേണ്ടേ? എണ്ണം വർദ്ധിപ്പിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്ക് അങ്ങനെയല്ല, അവിടുത്തെ കുറവ് വന്നിരിക്കുന്നത് അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഈ ഒന്ന്, ജനസംഖ്യ നിയന്ത്രണത്തിൻ്റെ ഒരു പോളിസി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു, ജനസംഖ്യാ നിയന്ത്രണം. 2 കുട്ടികളിൽ കൂടുതലാകാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ് പോളിസിയായിരുന്നു. ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്ത പോളിസി. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനില്ല, ദാരിദ്ര്യവും കഷ്ടപ്പാടും തന്നെയാണ്. ഇത് സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കിയ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ, കേന്ദ്ര നയം സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കിയ സംസ്ഥാനം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ. ഇപ്പോൾ നഷ്ടക്കച്ചവടമായോ ഇല്ലയോ അത്? ഇപ്പോൾ നഷ്ടക്കച്ചവടമായോ ഇല്ലയോ അത്? ഈ ബില്ല് വന്നാൽ 850 സീറ്റ് വന്നാൽ കേരളത്തിൽ നഷ്ടക്കച്ചവടം. എം പിമാർ പറയും ഫണ്ട്, കേന്ദ്രത്തിൻ്റെ ഫണ്ട് വീതം വയ്ക്കുന്ന ഇമാർ ഉപയോഗിച്ചെടുക്കും. അതിൽ ഇവർ പറയുന്നത് കേരളത്തിന് അത്രയും മതിയെന്നേ. ആരാ? കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ തക്കവണ്ണമില്ല, പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള എം പിമാർ ഇവിടെ ഉണ്ട്, ആ സീറ്റുകൾ ഇവിടെ ഉണ്ട്. അല്ല, അവർക്ക് അവിടെ ഒരു വോട്ടിംഗ്. പക്ഷേ എം പിമാരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എം പിമാരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ചർച്ചകളിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു സ്റ്റേറ്റ് ബഡ്ജറ്റ് അലോക്കേഷൻ്റെ കാര്യങ്ങളുടെ ചർച്ചയിൽ പങ്കെടുത്ത് വോട്ട് ചെയ്ത് കേരളത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുപ്പിക്കാനുള്ള വോട്ടവകാശമാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ഒരു എം പി, ആ പ്രദേശത്ത് ഇത്രമാത്രം പോപ്പുലേഷൻ ഉണ്ടാവും, അതൊരു പക്ഷേ ഒരുപാടായിരിക്കാം. അതിനെ വേണമെങ്കിൽ വിഭജിച്ചിട്ട് 2ആയിട്ട് പുനഃക്രമീകരിക്കാം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യു പിയിൽ ഇപ്പം എന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, 80 ലോക്സഭാ സീറ്റുകൾ. അവിടെ അത് 140 ആക്കും. അതിൽ പറയുന്ന കാരണം ഇതാണ്. മറ്റ് ബീഹാർ ആയിക്കോട്ടെ, രാജസ്ഥാൻ എം പി ആക്കി, ഇവിടെയൊക്കെ ജനസംഖ്യ ഒരുപാട്. അതിന് ആരും ഉത്തരം ഇവിടെ കേരളത്തിൽ റെപ്രസെന്റേഷൻ ഇല്ല. അല്ല, കേരളത്തിൽ കുറേയും ബീഹാറിലും യു പിയിലും ജനസംഖ്യ ഇത്തരം വളർന്നതിന് ആ സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഭരിക്കുന്ന കക്ഷികൾക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന് ഞാനും ചോദിച്ചുള്ളൂ. ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കാതെ കേന്ദ്രത്തോട് ദ്രോഹം ചെയ്ത, അല്ലെ കേന്ദ്രത്തിൻ്റെ ഭാരതം എന്നുള്ള രാഷ്ട്രത്തോട് ദ്രോഹം ചെയ്ത് ജനസംഖ്യ കുറയ്ക്കണം എന്നുള്ള പോളിസിയെ അംഗീകരിക്കാതിരുന്ന രാഷ്ട്രീയ കക്ഷികൾ. അല്ല, അതൊക്കെ അന്ന് അങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്താണ് റെപ്രസെന്റേഷൻ കൂട്ടാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, നമുക്ക് റെപ്രസെന്റേഷൻ നമുക്ക് ആനുപാതികമായി കേരളത്തിന് ഇത്ര എം പിമാർ, 20 എം പിമാർ, അവർക്ക് എത്ര ശതമാനം എം പിമാരെ കൂട്ടുന്നു അത്രയും കേരളത്തിനും കൂട്ടിത്തരണം, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് അന്ന് അങ്ങനെ ഒരു തെറ്റ്, ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ല, അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരിക്കലും നൂറ്റാണ്ടുകളോളം റെപ്രസെന്റേഷൻ കേരളത്തിന് കോമ്പൻസേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ? കോമ്പൻസേറ്റ് ചെയ്താൽ മതി, കോമ്പൻസേറ്റ് ചെയ്താൽ മതി. അത്ര എം പിമാരെ ഇവിടെ കൂട്ടിത്തന്നാൽ മതി. എണ്ണം പറയരുത്. ഇവിടെ വരുമ്പോൾ ജനസംഖ്യ പറയരുത്. ഇവിടെ വരുമ്പോൾ ജനസംഖ്യ പറയാതെ കേരളത്തിൻ്റെ 20 എം പിമാരുണ്ടായിരുന്നു, അവർക്ക് എത്ര ശതമാനം കൂട്ടിക്കൊടുക്കും, എത്ര എം പിമാരുടെ എണ്ണം കൂടും, അതുപോലെ ഇവിടെയും കൂട്ടിത്തന്നാൽ മതി. അവിടെ ഇരട്ടി 80, 160 ആണെങ്കിൽ ഇവിടെ 20, 40 ആകണം, അത്രയേ ഉള്ളൂ. സിമ്പിളാകും. പക്ഷെ അത് രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. അല്ല, അതിലൊരു ലോജിക്കുണ്ട്. ഇപ്പം നമ്മൾ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് റെപ്രസെന്റേഷൻ തീരുമാനിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഗോവയിലൊക്കെ ഒരു എം പിയുടെ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉള്ളതിൻ്റെ ഒരു നിയമമണ്ഡലത്തിലെ വോട്ടറിൻ്റെ പകുതി പോലും ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്, ഒരു സ്ഥലത്ത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ നൽകുന്നതെങ്കിൽ അതിന് ഇപ്പോൾ കേരളത്തിൽ അത്രമാത്രം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനസംഖ്യക്ക് അനുസരിച്ചിട്ടുള്ളത് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഭാഗം സംഭവിച്ചെന്നേ. അപ്പം ഉത്തർപ്രദേശിൽ ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്ന നോംസ് എന്താണോ
ഇപ്പോഴും അവർക്ക് കൂടുതൽ സീറ്റുണ്ടല്ലേ, 80 സീറ്റില്ലേ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ കിട്ടിയിരിക്കുന്ന സീറ്റാണ്. ആ 80 സീറ്റ് ഇനി കൂട്ടിക്കൊടുക്കുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ കൂട്ടണം. ജനസംഖ്യ കൂടിയതിൻ്റെ പേരിൽ ഈ ജനസംഖ്യാ പോളിസി അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം 1961 അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ജനസംഖ്യ കൂടിയതിൻ്റെ പേരിൽ ഒരു റിവാർഡ് ബെനിഫിറ്റ് കൊടുക്കാൻ പാടില്ല. ഫണ്ട് അലോക്കേഷൻ എത്ര പോകും എന്നാലോചിച്ച് നോക്ക്. നിങ്ങളും ഞങ്ങളും ഉണ്ടാക്കുന്ന സമ്പത്തിൻ്റെ ചൂഷണം അവിടെ ജനസംഖ്യ കൂടിയ സ്റ്റേറ്റിലേക്ക് പോയില്ലേ മുഴുവനായിട്ട്. അങ്ങനെ പോകാൻ അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ പാർലമെൻറ്റിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. അല്ല വോട്ടിടുമ്പോൾ ആര് ചെയ്യും? കേരളത്തിന് 100 രൂപ, ഉത്തർപ്രദേശിന് 1000 രൂപ വോട്ടിടും, ആര് ചെയ്യും? അപ്പോൾ താങ്കൾ പറയുന്നത് ഇപ്പം 3.5 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇപ്പം 20ഓളം വരുന്ന സീറ്റുകൾ എം പിമാരുണ്ട്. എന്താണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 10 മടങ്ങാണ്. 3.5 കോടി. അപ്പോൾ ഈ 80 എന്നുള്ളത് ഇപ്പൊ 140 ആവുന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത്ര തന്നെ കേരളത്തിൽ എം പിമാരെ വളർത്തണം വേണ്ടി വരും. ചിലപ്പോൾ 10,000 പേർക്ക് എം പിമാരെ കേരളത്തിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ 40-50 ആക്കണം എന്നാണോ പറയുന്നത്? അത് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് രാജ്യസഭയിലെ വോട്ടിംഗ് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്, പ്രൊപ്പോർഷണൽ പേഴ്സൻ്റെ അനുസരിച്ച്. അപ്പോൾ ആ രാജ്യസഭയിൽ അങ്ങനെ ചെയ്യാനുള്ള അതേ യുക്തി ഇവിടെ ഉണ്ട്. ലോക്സഭയിലേക്ക് ചെയ്യുമ്പോൾ ആ കോമ്പൻസേറ്റ് ചെയ്ത് ഇവിടെ എം പിമാരുടെ എണ്ണം കൂടണം, അത്രേ ഉള്ളൂ. ചെറിയ സംസ്ഥാനങ്ങളെല്ലാ കൂട്ടത്തിനും നിൽക്കും. ഗോവയൊക്കെയാണ് ഏറ്റവും നാശം. പുതുച്ചേരിക്ക് എം പി ഉണ്ട്. ഒരു ഇവിടുത്തെ 10 ലക്ഷം പോപ്പുലേഷൻ ചിലപ്പോൾ കാണിയില്ല. ആൻഡമാൻ നിക്കോബാർ 10 ലക്ഷം പോപ്പുലേഷൻ കാണിയില്ല. അവർക്കൊരു മെമ്പർ, പാർലമെൻറ്റ് മെമ്പറുണ്ട്. എൻ്റെ കാര്യം ഈ കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ്. ആ കോമ്പൻസേഷൻ ഇവിടെ കൊടുത്താൽ മതി.